പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഏവർക്കും സക്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സിൻ്റെ ക്ലാസ്സാണ്. 10ാം ക്ലാസ് മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ സമാന്തര ശ്രേണി അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിനുള്ള ക്ലാസ്സാണ്. നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത് ചെറിയ ചെറിയ പല പാർട്സ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സക്സസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്ത് ഓണാക്കി വയ്ക്കുക. നമുക്ക് തകർത്ത് പഠിച്ചേക്കാം അല്ലേ? നമുക്ക് പഠിച്ചു തുടങ്ങിയേക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു എന്തായിരുന്നു 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ശ്രേണി. അതായത് എന്താണ് സീക്വൻസ് എന്ന് പറയും. സീക്വൻസ് അല്ലെങ്കിൽ എന്താണ് ശ്രേണി എന്ന് പറയും. ശ്രേണി ഈ ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ന്യൂമറിക്കൽ, അതായത് നമ്മൾ നമ്പർ സംഖ്യയിൽ നോക്കുമ്പോഴത്തേന് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാവുന്നതിനെ പോലെ തന്നെ എന്താണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇതാണ് 2, 4, 7, 10, 11 ഇങ്ങനെ പോകുന്നത് എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? ഇതൊരു സംഖ്യാശ്രേണിയാണ് അല്ലേ? ഒരു നമ്പർ ആയിട്ടുള്ള നമ്പർ സീക്വൻസ് ആണ്. ഇത് എന്താണ്? ഒരു നമ്പർ സീക്വൻസ് ആണ്. ഈ നമ്പർ സീക്വൻസ് ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഇനി ഞാൻ മറ്റൊരു ശ്രേണി എഴുതും. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ മറ്റൊരു ശ്രേണി എഴുതാം. അത് നോക്കുകയാണെങ്കിൽ ഇവിടെ 5, 10, 15, 20, 25 ഇങ്ങനെ പോകുന്നതായ വേറൊരു ശ്രേണി ഞാൻ എഴുതി. നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ശ്രേണികൾ തമ്മിൽ നിന്നാണ് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഞാൻ എഴുതിയേക്കുന്നതാണ് ഇവിടെ എ എന്ന് പറഞ്ഞിട്ടേക്കുന്ന ശ്രേണി. ഇതാണ് എ, ഇത് ബിയും. എ എന്ന് പറഞ്ഞിട്ടേക്കുന്ന ശ്രേണിക്കകത്ത് എന്തായിരുന്നു? 2ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോഴാണ് 4 വരുന്നത്. 4ൻ്റെ കൂട്ടത്തിൽ 3 കൂടെ കൂട്ടുമ്പോൾ, അതാണ് 2ൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടുമ്പോഴാണ് 4 വരുന്നത്. 4ൻ്റെ കൂട്ടത്തിൽ 3 കൂട്ടുമ്പോഴാണ് 7 വരുന്നത്. 7ൻ്റെ കൂട്ടത്തിൽ എത്രയാണ്? പിന്നെ 3 കൂട്ടുമ്പോൾ 10 വരും. 10ൻ്റെ കൂട്ടത്തിൽ പിന്നെ 1 ആണ് കൂട്ടുന്നത്. എന്ന് പറയുന്നത് എന്താണ്? കണ്ടില്ല, ഇത് 2, 3, 3, 1 വ്യത്യസ്തമായ സംഖ്യകളാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്താണ്? വ്യത്യസ്തമായ സംഖ്യകളാണ് ഇവിടെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ നമുക്ക് എന്താണ് ശ്രേണി എന്ന് തന്നെ വിളിക്കാം. എന്താണ്? സീക്വൻസ് അല്ലെങ്കിൽ എന്താണ് ശ്രേണി, സീക്വൻസ് അല്ലെങ്കിൽ പ്രോഗ്രഷൻ, നമുക്കങ്ങനെ എന്ത് പല പേരിലുണ്ട്, പല പേരിൽ നമുക്കിതിനെ വിളിക്കാം. ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് 5, 10, 15, 20, 25. ശ്രദ്ധിക്കുന്ന 5, 10, 15, 20, 25 ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. 5ൻ്റെ കൂട്ടത്തിൽ 5 കൂട്ടുമ്പോഴാണ് 10. ഇനി 10ൻ്റെ കൂട്ടത്തിൽ 5 കൂട്ടുമ്പോഴാണ് 15. 15 കൂട്ടത്തിൽ വീണ്ടും 5 കൂട്ടുമ്പോഴാണ് 20. 20ൻ്റെ കൂട്ടത്തിൽ വീണ്ടും 5 കൂട്ടുമ്പോഴാണ് 25. കണ്ടില്ലേ? ഇതെല്ലാം എന്താണ്? ഒരേ സംഖ്യയാണ് കൂട്ടിയേക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയേക്കുന്നത് 2, 3, 3, 1 അങ്ങനെയാണ് കൂട്ടിപ്പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ഒരേ സംഖ്യകൾ. കണ്ടില്ലേ? 5 മാത്രമാണ് കൂട്ടിപ്പോയേക്കുന്നത്. ഇങ്ങനെ ഒരേ സംഖ്യകൾ തന്നെ വീണ്ടും 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 കൂട്ടിപ്പോകുന്നതിന് ഇവിടെ നോക്കുക, എന്താണ് വ്യത്യാസം? എല്ലായിടത്തും എന്താണ്? ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ സമാന്തരമായിട്ട് 5, 5, 5 എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട് സീക്വൻസ് ആയിട്ട് വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, അതോ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. എന്താണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? ഇതിനെ ഞാനിവിടെ എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇനി നമ്മൾ എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് അത്രയും വലുതായിട്ട് എഴുതുന്നതിൻ്റെ പകരം നമ്മൾ ഷോർട്ടായിട്ട് എന്താണ് AS എന്ന് പറഞ്ഞ് എന്താണ് AS എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഡിനോട്ട് ചെയ്യും. അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു. എന്താണ് ശ്രേണിയും അരിത്തമാറ്റിക് സീക്വൻസും, അതായത് ശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എല്ലാവർക്കും തന്നെ അരിത്തമാറ്റിക് സീക്വൻസും സാധാരണ നോർമൽ സീക്വൻസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി വിശ്വസിക്കുന്നു. പറഞ്ഞാൽ ശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഇനി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ കണ്ടോ, ഇതിനെല്ലാത്തിനും എന്താണ് ഒരു തുടക്ക പദമുണ്ട്. അതെ, ഞാൻ വേറൊരു സീക്വൻസ് എഴുതുവാണ്. സി എന്നൊരു സീക്വൻസ് ഞാൻ സിയുടെ ഇവിടെ എഴുതുവാണ്. 3, 6, 9, 12 ഇങ്ങനെ ആ സീക്വൻസ് എന്താണ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുവാണ്, തുടർന്ന് പൊക്കോണ്ടിരിക്കുവാണ്. ഈ സീക്വൻസിൽ എന്താണ് ഒരു ആദ്യ പദമുണ്ട്. എന്താണ്? ഒരു ആദ്യ പദമുണ്ട്. എന്താണ് ആദ്യ പദം? ഫസ്റ്റ് ടേം ഇല്ലേ? ആദ്യ പദം. എന്താണ് ആദ്യ പദം? ആദ്യ പദത്തിന് നമ്മൾ പറയുന്നതാണ്, ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫസ്റ്റ് ടേം എന്ന് പറയും. ഫസ്റ്റ് ടേം എന്ന് പറയും. മലയാളത്തിൽ എന്താണ് ആദ്യ പദം എന്നും പറയും, ഇംഗ്ലീഷിൽ നിന്ന് പറയും ഫസ്റ്റ് ടേം എന്നും പറയും. ഓക്കെ ആണല്ലോ? ഈ ആദ്യ പദം ഫസ്റ്റ് ടേം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് എന്താണ് ഒന്നെങ്കിൽ എ കൊണ്ടും എഫ് കൊണ്ടും ഒക്കെ. ചിലയിടത്തൊക്കെ ആണെങ്കിൽ എ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം, ചിലയിടത്താണെങ്കിൽ എഫ് കൊണ്ടായി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആദ്യ പദത്തെ നമ്മൾ വിളിക്കുന്നതാണ്
എ അല്ലെങ്കിൽ എഫ്. അപ്പോൾ ഈ ശ്രദ്ധിച്ചോണം എന്താണ് നമ്മുടെ ഈ പാഠം മുഴുവൻ നമ്മൾ എന്താണ് എ എഫ് എന്നൊക്കെ പറയണം. അപ്പോഴേ ശ്രദ്ധിച്ചോണം എന്താണ് അത് ആദ്യ പദത്തെ അതായത് ഫസ്റ്റ് ടൈമിനെയാണ് കാണിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോണം. ഇനി പോകുമ്പോൾ എന്താണ് നമ്മൾ കുറച്ച് മുമ്പ് പറയുന്നത് ഈ പൊതുവ്യത്യാസങ്ങൾ പറഞ്ഞല്ലായിരുന്നോ? 3ൻ്റെ കൂട്ടത്തിൽ 3 കൂട്ടുമ്പോഴാണ് 6 വരുന്നത്. 6ൻ്റെ കൂട്ടത്തിൽ 3 കൂട്ടുമ്പോഴാണ് 9 വരുന്നത്. 9ൻ്റെ കൂട്ടത്തിൽ 3 കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്? 12 വരുന്നത്. ഇങ്ങനെ പോകുന്ന ഈ പൊതുവ്യത്യാസങ്ങളെ എന്താണ് വ്യത്യാസങ്ങളിൽ ഈ വ്യത്യാസങ്ങൾ നമ്മൾ മലയാളത്തിൽ എന്താണ് പൊതുവ്യത്യാസം എന്ന് പറയും. എന്ത് പറയും? പൊതുവ്യത്യാസം. എന്താണ് അതെന്താണ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ? കാരണം 3ഉം 6ഉം തമ്മിൽ വ്യത്യാസം എത്രയാണ്? 3. 6ഉം 9ഉം തമ്മിലോ? അതും 3. 9ഉം 12ഉം തമ്മിലോ? അതും 3 എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ് എല്ലാവർക്കും ഒരേ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അതിനെ പൊതുവ്യത്യാസം എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിനെന്ന് പറയും കോമൺ ഡിഫറൻസ് എന്ന് പറയും. എന്തെന്ന് പറയും? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഇനി നമുക്ക് ഇത്രയും കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് വലിച്ചു നീട്ടി എഴുതുന്നതിനേക്കാൾ നമുക്ക് എന്താണ് ചുരുക്കി നമുക്ക് പറയാം എങ്ങനെ സി ഡി എന്ന് പറയാം. എന്താണ് സി ഡി? കോമൺ ഡിഫറൻസ് നമുക്ക് സി ഡി എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി? എന്താണ് ശ്രേണി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ശ്രേണി? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെ ശ്രേണിയും സമാന്തര ശ്രേണിയും എന്ന് കഴിഞ്ഞാൽ സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി ഇല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ ആദ്യം എന്താ നോക്കിയത്? ശ്രേണിയും അതേപോലെ തന്നെ സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? സംഖ്യകൾ തുടരെ എന്ന് പറഞ്ഞാൽ ഒരു നമ്പേഴ്സിന് പുറകെ അടുത്ത നമ്പർ, അടുത്ത നമ്പറിൻ്റെ പുറകെ അടുത്ത നമ്പർ, അങ്ങനെ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ശ്രേണി എന്ന് പറയുന്നത്. പക്ഷേ ഈ സംഖ്യകളെല്ലാം വരുന്ന ഒരു തുല്യ അകലത്തിലാണെങ്കിൽ, തുല്യ വ്യത്യാസത്തിലാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തായിരുന്നു? അരിത്തമെറ്റിക് സീക്വൻസ്. അതെല്ലാം പറയുന്നത് സമാന്തര ശ്രേണി എന്ന് നമ്മുടെ പാഠത്തിൻ്റെ പേരായ സമാന്തര ശ്രേണി എന്നത് പറയുന്നത്. ഇനി പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ പോകുന്ന ശ്രേണിക്കകത്ത് എന്തായിരുന്നു? ആദ്യത്തെ പദം ഫസ്റ്റ് ടൈമിന് നമ്മളെന്ന് പറയും ഫസ്റ്റ് ടൈം എന്ന് തന്നെ പറയും, ആദ്യ പദം എന്ന് തന്നെ പറയും. ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം, മലയാളത്തിൽ ആദ്യ പദം എന്ന് പറയും. അത് നമ്മൾ കാണിക്കുന്ന എ കൊണ്ടും എഫ് കൊണ്ടും കാണിക്കും. പിന്നെ ഉള്ളത് എന്താണ്? വ്യത്യാസം. ഇത് തമ്മിലുള്ള രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എങ്ങനെ കാണിക്കും? എന്ത് പറയും? പൊതുവ്യത്യാസം. ഇംഗ്ലീഷ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് സി ഡി എന്ന് നമ്മൾ പറയും. ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ബേസ് ആയിട്ട് ഈ പാഠത്തിൻ്റെ നമുക്ക് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. പറയാം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുള്ള ചെറിയൊരു പ്രോബ്ലം, ചെറിയ 1-2 പ്രോബ്ലംസ് നമുക്ക് നോക്കിപ്പോകാം. പിന്നെ അവിടെ വരാക്കെ വെച്ചാൽ നമുക്ക് താഴോട്ട് പ്രോബ്ലം ഒക്കെ എഴുതാവേ. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ടേക്കാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നേക്കുന്ന താഴെ തന്നിരിക്കുന്നത് എഴുതാം. താഴെ തന്നിരിക്കുന്നവ ശ്രേണിയാണെന്ന് നമുക്ക് പറയാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ ഓർ നോട്ട്. നമുക്ക് എല്ലാം ഇംഗ്ലീഷ് മലയാളത്തിൽ നമുക്ക് ഒരുമിച്ച് എഴുതിയേക്കാവേ. അത് താഴെ തന്നിരിക്കുന്നവ എന്ന് പറഞ്ഞാൽ താഴോട്ട് തരുന്ന ആൾക്കാരെല്ലാം എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അതോ വെറും സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് നോക്കാം. താഴെ തന്നിരുന്ന ശ്രേണികളൊക്കെ ഏതാ നോക്കാം. 6, 10, 14, 18. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലാത്ത വെറും സീക്വൻസ് ആണോ? ശ്രേണിയാണോ സമാന്തര ശ്രേണിയാണോ? നോക്കിക്കേ. ആദ്യ പദമുണ്ട്, ഉണ്ടല്ലോ, ആദ്യ പദമുണ്ട്. ഇനി തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. നമുക്ക് ഇതിൻ്റെ ഉത്തരം ഇവിടെ എഴുതി പോകാം, ആൻസർ ഇവിടെ എഴുതി പോകാം. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ എഴുതാം, മിനിമം 2 ക്വസ്റ്റ്യൻ എഴുതാം. എന്നാലും നമുക്ക് ആൻസർ എഴുതാം. ഒരെണ്ണം കൂടെ എഴുതാം. 3, 7, 9, 14. 2 എണ്ണമാണ്. താഴെ തന്നിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ നോക്കാം. ആൻസർ എഴുതി നമുക്ക് പോകാം. ആൻസർ എയുടെ ആൻസറാണ് എഴുതുന്നത്. ആദ്യ പദം എത്രയായിരുന്നു? 6 ആയിരുന്നു. ആദ്യ പദം എത്രയായിരുന്നു? 6 ആയിരുന്നു. ഫസ്റ്റ് ടൈം അതായത് ആദ്യ പദം എന്താണ്? ആദ്യ പദം എന്തായിരുന്നു? 6. എത്രയാണ്? 6. ഇനി പൊതുവ്യത്യാസം നോക്കിക്കേ. പൊതുവ്യത്യാസം എത്രയാണ്? വ്യത്യാസം ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് 4 എന്ന് പറയാം. പക്ഷേ നമുക്ക് ഇതെന്താണ് ഒരു ഇക്വേഷനിലൂടെ, എങ്ങനെയാണ് ഒരു സമവാക്യത്തിലൂടെ പഠിച്ചാലോ? എങ്ങനെ സമവാക്യത്തിലൂടെ പഠിക്കുന്നത് നോക്കാം. നോക്കിയാലോ? കണ്ടുപിടിക്കുക എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് അതായത് എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് മലയാളം എന്തായിരുന്നു? നമ്മുടെ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേമിൽ നിന്നും മൈനസ് ഫസ്റ്റ് ടേം. അതായത് രണ്ടാം പദത്തിൽ നിന്നും രണ്ടാം പദം മൈനസ് ആദ്യ പദം. നോക്കാം.
കണ്ടില്ലേ, സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക, രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക. രണ്ടാം പദവും ആദ്യ പദവും ഒക്കെ എന്താ നമുക്ക് നോക്കാം. ഈ തന്നേക്കുന്ന സീക്വൻസിനകത്ത് ഇത് ഒന്നാമത്തെ പദം, ഒന്നാമത്തെ പദം ഫസ്റ്റ് ടൈമാണ്. ഇത് വന്നേക്കുന്ന 10 എന്ന് പറയുന്നത് രണ്ടാമത്തെ പദം സെക്കൻഡ് ടൈം. 14 എന്ന് പറയുന്നത് മൂന്നാമത്തെ പദം തേർഡ് ടൈം. 18 എന്ന് പറയുന്നത് നാലാമത്തെ പദം. ഈ പദങ്ങൾ പോകുന്നത് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് എങ്ങനെ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന പറയുന്നത്, രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ച് നോക്കുക. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പദം എത്രയായിരുന്നു? 10. 10ൽ നിന്നും നമുക്കിവിടെ എഴുതാം എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? 10ൽ നിന്നും 6 കുറയ്ക്കുക, എത്ര വന്നു? 4 വന്നു. ഈ കിട്ടിയത് ശരിയാണ്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. അതെങ്ങനെ നോക്കാം? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചു, അതേപോലെ തന്നെ നമുക്കൊന്നുകൂടെ നോക്കാം. അങ്ങനെ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ച് നോക്കാം. ചുമ്മാ നോക്കാമല്ലേ. മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം എത്രയായിരുന്നു? ഇങ്ങോട്ട് എഴുതുവാണ്. 14ൽ നിന്നും 10 കുറയ്ക്കുക, അതും എത്ര വന്ന്? 4 തന്നെ വന്നു. കണ്ട് രണ്ട് സ്ഥലത്തും 4 വന്നു. അതുകൊണ്ട് എന്താണ് പൊതുവ്യത്യാസം? എന്താണ്? 4 ആണ്. അപ്പോൾ അതിന് ഓക്കെ അല്ലേ? ഇവിടെ സംഖ്യകളെല്ലാം ഒരേപോലെ അല്ലേ? 6ൻ്റെ കൂടെ പൊതുവ്യത്യാസമായ 4 കൂട്ടിയപ്പോൾ 10 കിട്ടി. 4ൻ്റെ കൂട്ടത്തിൽ പൊതുവ്യത്യാസമായ 4 ആൾക്ക് വീണ്ടും കൂട്ടിയപ്പോൾ 14 വന്ന്, വീണ്ടും ആ 4 കൂട്ടിയപ്പോൾ എത്ര വന്നു? 18 വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക്, അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണെന്ന് നമുക്കതിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് അത് എഴുതി ചേർക്കാം. എങ്ങനെ? 6, 10, 14, 18 എന്നത് എന്താണ്? എന്നത് ഒരു എന്താണ്? സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയാണ്. എങ്ങനെയാണത് സമാന്തര ശ്രേണിയായത്? എങ്ങനെയാണ് നമുക്കൊന്നുണ്ടായിരുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്താണ്? എല്ലായിടത്തും ഒരേപോലെ വന്നു. എല്ലായിടത്തും എന്താണ് പൊതുവ്യത്യാസം? എന്താണ്? എല്ലായിടത്തും ഒരേപോലെ വന്നു. അതുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും? ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിന് ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതാം. എന്താണ്? 6, 10, 14, 18 ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ? അരിത്തമാറ്റിക് സീക്വൻസ് നമുക്കിതിനെ പറയാൻ സാധിക്കും. ഇനി ഇതിനെ നമുക്ക് ബി നോക്കാം. ഇതിൻ്റെ ബിക്കകത്ത് നോക്കി, ബി കണക്കങ്ങ് നമുക്ക് നോക്കാം. അതിനകത്ത് എങ്ങനെയാണ് വ്യത്യാസം? ആദ്യ പദമുണ്ട് അല്ലേ? ആദ്യ പദം ഫസ്റ്റ് ടേം ഉണ്ട്. ആദ്യ പദം എത്രയാണ്? 3 ഉണ്ട്. ഇനി വ്യത്യാസം നോക്കാം. കോമൺ ഡിഫറൻസ് നമുക്ക് നോക്കാം. കോമൺ ഡിഫറൻസ് നോക്കാവേ. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നമ്മൾ നോക്കുകയാണ്. എന്തായിരുന്നു? രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക. നമുക്കൊന്ന് ബോക്സിലാക്കിയിടാം അല്ലേ? പെട്ടെന്ന് കാണാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? നമുക്കൊന്ന് ബോക്സിലാക്കിയിടാം. സി ഡി എന്താണ്? രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക. രണ്ടാം പദം എത്രയാണ്? 7. 7 - 3 എത്രയാണ്? 7 - 3 4. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തണമല്ലോ. നമുക്ക് ചാടിക്കറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറപ്പ് വരുത്താം. ഈ മൂന്നാമത്തെ പദത്തിൽ നമുക്ക് രണ്ടാമത്തെ പദം കുറയ്ക്കാം. മൂന്നാമത്തെ പദം എത്രയായിരുന്നു? 9. 9ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എത്ര വന്നു? ഉത്തരം 2 ആണ് വന്നത്. കണ്ടോ? ഇത് രണ്ടും എന്താണ്? 2 സംഖ്യകളാണ്. എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം ഒരേപോലെയാണോ? അല്ല. എന്താണ്? പൊതുവ്യത്യാസം ഒരേപോലെയല്ല. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ഇതെന്താണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല അല്ലേ? നമുക്കതെങ്ങനെ പറയാം? 3, 7, 9, 14 എന്നത് എന്താണ്? എന്നത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണോ? അല്ലല്ലോ. സമാന്തര ശ്രേണി അല്ല. ശ്രേണി അല്ല. കണ്ടല്ലോ, സമാന്തര ശ്രേണി അല്ല. ഇങ്ങനെ ഇംഗ്ലീഷ് എഴുതാം. 3, 7, 9, 14 ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നതാണ് ഒരു സമാന്തര ശ്രേണി അല്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻസും അടുത്ത പ്രോബ്ലംസും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ഇതുവരെയും ഈ ക്ലാസ് ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇത് അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ മുഴുവൻ ഏറ്റവും ബേസാണ്, പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് മുഴുവൻ പോകുന്നത്. അപ്പം ഓക്കെ ആണല്ലോ എല്ലാവരും? അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എന്താണ്, എല്ലാവരും പഠിക്കുക. എക്സാമൊക്കെ ആയി വരികയാണ്. എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട്, സക്സസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാത്സുമായിട്ട് 10ാം ക്ലാസ്സിലെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിലവിലുള്ള സകല ഡൗട്ടുകളും എന്താണ്, നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയി കിടക്കുകയാണ്. കമൻറ്റ് ബോക്സിലോട്ട് അങ്ങ് ചടപട എന്നൊരു ഡൗട്ടും കൂടി ഇട്ടോ, നമുക്കത് അപ്പം തന്നെ എന്താണ് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതിലൂടെ വൈൻഡപ്പ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.